ഇന്ന് രണ്ട് കണക്കുകളുണ്ട്. 33 മൈനസ് 33 ഭാഗം 3 ഗുണം 33. ഇത് ഒന്നാമത്തെ കണക്ക്. അത് ഇതേ സെയിം സംഖ്യകൾ തന്നെ നമ്മൾ കുറച്ച് ഭാഗം ബ്രാക്കറ്റ് കൊണ്ട് നമ്മളൊന്ന് വേർതിരിച്ചിട്ടുണ്ട്. അതായത് 33 മൈനസ് 33, ബാക്കി ഭാഗം 3 ഗുണം 33 തന്നെയാണ്. നമ്മൾ ചോദ്യം കണ്ടല്ലോ. ഇനി നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 33 മൈനസ് 33 ഭാഗം 3 ഗുണം 33. ഈ ചോദ്യം കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ആദ്യത്തെ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ചെയ്യാനൊരു ടെൻഡൻസി വരും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. 33 കഴിഞ്ഞാൽ ഒരു മൈനസാണ്. അപ്പം നമുക്ക് ഭാഗവും ഗുണനവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്തിട്ടേ ഈ മൈനസും അഡിഷനും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 33 മൈനസ്, ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 33 ഭാഗം 3 ഗുണം 33. അപ്പോൾ ഈ 33നെ 3 കൊണ്ട് ഭാഗിക്കുമ്പം എത്ര കിട്ടും? അതായത് 33, ഇത് വെട്ടി ചെയ്യാമെങ്കിൽ ഞാനത് ചെയ്യുന്നത് കുട്ടികൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 33 ഭാഗം 3 ഗുണം 33. ഈ 33ൽ ആദ്യത്തെ 3 ഒരു പ്രാവശ്യം, രണ്ടാമതും ഒരു പ്രാവശ്യം. അപ്പോൾ 11 ഭാഗം 1 എന്ന് കിട്ടും. അപ്പോൾ 33 മൈനസ് ഗുണം 11. 33 ഗുണം 11. 11 3 33, ശിഷ്ടം 3. 11 3 33, 3 36. അപ്പോൾ 33 ഗുണം 11 എത്രയാണ്? 363. മൈനസ് 363 എന്ന് ഈ 33ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ 3 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 0. 6 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 3, അടുത്ത് 3. അപ്പോൾ ആൻസർ എന്താണ്? മൈനസ് 330. ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ കണക്ക്. അതായത് 33 മൈനസ് 33, അത് ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ ആദ്യം ചെയ്യണം അല്ലേ? അപ്പോൾ 33 മൈനസ് 33 0. അടുത്ത് ഭാഗം 3 ഗുണം 33. ഈ 0 ഭാഗം 3 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? വീണ്ടും 0. അപ്പം ഗുണം 33. അപ്പോൾ 0 ഗുണം 33 0. അപ്പോൾ എല്ലാവരും ചിലപ്പം കമൻറ്റിൽ വരും, എന്തിന് 0 ആണെന്ന് മനസ്സിലായി, പിന്നെ എന്തിന് വീണ്ടും ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും വളരെ ക്ഷമയോടെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ സിമ്പിളായ സ്റ്റെപ്പാണെങ്കിലും അത് പറഞ്ഞു തന്നെ പോകാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ കണക്കുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.